അപ്പം ഇന്ന് ഞാൻ വന്നതേ എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഷെയർ ചെയ്യാനാണ് കേട്ടോ. സ്ലീപ്പ് പാരാലിസിസ് എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാട്ടോ. ഒരു 2-2.5 മണിക്കൂറോളം ഞാനങ്ങോട്ട് ഫ്രീസായ പോലെ ആയിരുന്നു. നമുക്ക് കയ്യോ കാലോ അനക്കാൻ പറ്റാണ്ട്, പിന്നെ ഭയങ്കര ഗതപ്പ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരു രൂപം, മനുഷ്യനല്ല എന്നാലൊരു അസ്ഥികൂടം അല്ല, അങ്ങനത്തെ ഒരു രീതിക്ക് ഒരു രൂപം എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ. ഞാൻ ചരിഞ്ഞാണ് കിടന്നിരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇങ്ങനെ ഈ രൂപം ഇരിക്കണ പോലെ ആയിട്ടായിട്ടും കണ്ടിരുന്നത്. ഇതിങ്ങനെ നമ്മളെ തുറിച്ച് നോക്കണ പോലെ ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ 2 പട്ടികൾ കുരച്ചിട്ട് നമ്മളിങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുക. അങ്ങനത്തെ ഒരു ഒരു 2-2.5 മണിക്കൂറോളം അങ്ങോട്ട് ഫ്രീസായിപ്പോയി, അനങ്ങാൻ പറ്റാണ്ടത്. വല്ലാത്തൊരവസ്ഥ തന്നെ. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. എനിക്ക് അതിന് മുന്നോ അതിന് ശേഷമോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് വല്ലാത്തൊരവസ്ഥ. നമുക്ക് ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ മരിച്ചെന്ന് തന്നെ വിചാരിക്കുക. കയ്യോ കാലോ നനക്കാൻ പറ്റാണ്ട് ശ്വാസം പിടിച്ച് വെച്ച് കിടക്കണ പോലെ, ഭയങ്കര ഗതപ്പും, എന്താ പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇതിങ്ങനെ നമ്മളെ ഈ ഒരു രൂപം നമ്മൾ തുറിച്ച് നോക്കി നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മുടെ നെഞ്ചത്ത് കയറിയിരിക്കുക, കഴുത്തിനിങ്ങനെ പിടിക്കില്ലേ, അതുപോലെ ഇങ്ങനെ നമ്മൾ എന്തിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ ശ്വാസം മുട്ടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറയില്ല, അതുപോലൊരു അനുഭവമായിരുന്നു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും നമുക്കറിയില്ല ഈ ഒരു അവസ്ഥ ഇത്ര ഭയാനകമായ ഒരു അവസ്ഥയാണെന്ന്. അതിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ ഉണ്ടായ ഒരു റിലീഫ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു മനസമാധാനം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ഒരുപാട് നേരം നിന്നില്ല. ഞാനതിൽ നിന്ന് എൻ്റെ ഫോണ് ബെല്ലടിക്കണ കേട്ടിട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഒരു മരണവാർത്തയായിരുന്നു ആ സമയത്ത് അറിഞ്ഞത്. അപ്പോൾ ഉള്ള സമാധാനം കൂടെ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഷെയർ ചെയ്തോളൂ കേട്ടോ.